ഇതെങ്ങനെയാണ് ഈ ബാറ്ററിയിലേക്ക് കണക്ട് ആവുന്നത്? അതിന് നമ്മൾ അടിയിലൂടെ വയറിട്ട് ഇതിന് കൺട്രോൾ യൂണിറ്റ് ഒട്ടുണ്ട്. അത് ഇവിടെയാണ് നമ്മളെ ഉള്ളിലൂടെ പോയി നോട്ടണം. മൊത്തത്തിൽ വണ്ടിന്റെ ഈ കാരവൻ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ആകാശ് ഒറ്റയ്ക്ക് ചെയ്തതാണ്. ആകാശ് ഒറ്റയ്ക്ക് ചെയ്താണെങ്കിലും ആ ഇന്റീരിയർ വർക്ക് കാര്യങ്ങൾ പുറത്ത് ആരും ആശ്രയിച്ചിട്ടൊന്നുമില്ലല്ലോ. ആശ്രയിച്ചിട്ടുള്ളൂ. കാരണം ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ഗ്ലാസ് ഒന്ന് വെട്ടെ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാ നോർമൽ സൈക്കിള് അത് ഇലക്ട്രിക് സൈക്കിളാക്കി മാറ്റി. ആ ഇലക്ട്രിക് സൈക്കിള് ഒരു കാരവൻ സൈക്കിളാക്കി മാറ്റി. ആ കാരവൻ സൈക്കിൾ ഫുള്ള് കൺട്രോൾ ചെയ്യാൻ സോളാർ കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വണ്ടിയുടെ മൊത്തത്തിലുള്ള റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ ലിങ്ക് പോയി ഓപ്പൺ ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടോളി. ഇന്ന് നമ്മൾ നോർമൽ സൈക്കിൾ എങ്ങനെ ഇലക്ട്രിക് സൈക്കിൾ എങ്ങനെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത്. അതും ഒരു എൻജിനീയർ സ്റ്റുഡൻ്റാണ് ചെയ്തിട്ടുള്ളത്, ആകാശിനെ നമ്മൾ പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാ സൈക്കിൾ ഇലക്ട്രിക് വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്തതും അതിൻ്റെ സോളാർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യണമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെങ്കിൽ ആദ്യം ആകാശിനെ പരിചയപ്പെടുത്തണം. ആകാശിനെ മുമ്പ് എൻ്റെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. മൊത്തത്തിൽ ഈ കാരവൻ വണ്ടിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഇപ്പം മൊത്തത്തിൽ നമ്മൾ ഇലക്ട്രിക് വണ്ടിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും പല വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഈ ഒരു സാധാ നോർമൽ സൈക്കിള് ഈ ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഇത് കൺവേർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിന് വേണ്ട മോട്ടർ നമ്മൾ ആദ്യം കിറ്റായിട്ട് അടച്ചുമ്പോൾ ആമസോണൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ അത് അഡാപ്റ്റർ എത്ര വാട്ടിൻ്റെ? ഇത് 550 വോട്ടിൻ്റെ മോട്ടറാണ്. 48 വാട്ടിൻ്റെ മോട്ടറാണ്. നമ്മൾ അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഒറ്റ ഇതിൻ്റെ കൂടെ കിട്ടും. കൺട്രോൾ യൂണിറ്റ് ആണ്, കൺട്രോൾ ബോക്സ് ആണിത്. ഓക്കെ, ഇതാണ് കൺട്രോൾ ബോക്സ്. ഇത് ഇതിന്റെ വയർ യൂണിറ്റ് ആണ്. ഇതിന്റെ അടിയിലാണ് നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്തത്. മോട്ടർ ഇതിന്റെ അടിയിലായിട്ടാണ് മോട്ടറായിട്ട് ഫിറ്റ് ചെയ്ത്. അതിന് മുമ്പ് ഇവിടെ ഒരു സ്റ്റോർ പട്ടന്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റേരിയറായിട്ട് ഫിറ്റ് ചെയ്ത വെൽഡ് ചെയ്താണ്. അതിന് 4 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്താണ്. 4 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്താണ്. ഇതിന്റെ കൂടെ തന്നെ ഇവർ ചന്നലും തരും. ചന്നലും നമ്മളെ ഫ്ലൈ വീലും തരും. അപ്പം അതിനായിട്ടുള്ള ഫ്ലൈ വീൽ നമ്മൾ ഇത് ബാക്ക് വീലിന് ഡബിൾ ത്രെഡ് കൊടുക്കും. ഹബിന് ഡബിൾ ത്രെഡ് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഈ വെച്ചിട്ട് വെൽഡ് ചെയ്യും. കാരണം എന്തിനാ വെൽഡ് ചെയ്യുന്ന വെച്ചാൽ ഇമ്പട്ട് ഒരു സൈഡ് മാത്രമേ റൈറ്റിലേക്ക് തിരിയുള്ളൂ. മറ്റേത് തിരിക്കുമ്പോൾ അത് തിരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിമ്പോൾ ഇതിൻ്റെ ഹബിൽ ഇട്ടിട്ട് ഒന്ന് ചെറിയ 4 സ്പോട്ട് അടിച്ചിട്ട് ബോൾ ഇട്ട് ടൈറ്റ് ചെയ്യും. അപ്പം ഇത് സെറ്റായി, പിന്നെ ഇത് തിരിഞ്ഞു പോകില്ല. അപ്പോൾ ഇത് എനിക്ക് ഒരു 8500 ആയിട്ടുള്ളൂ. ഇപ്പം എല്ലാവർക്കും മാറ്റം റേറ്റ് വരും. കാരണം ഓരോ ഓഫർ പ്രൈസിനാണ് നമ്മൾ നോക്കി നിൽക്കണോ. ആമസോൺ അല്ലേ, മിനിമം ഒരു 10,000 15,000 ഉള്ളിൽ എന്തായാലും കിട്ടും. അതാണ് ഇതിന്റെ റേറ്റിന്റെ വ്യത്യാസം. ഇത് ഈ സാധനം കിട്ടാൻ തന്നെ കുറച്ച് കുറവാണ്. കാരണം 750 വാട്ട്സിന്റെയാണ് കൂടുതലും കിട്ടുന്നത്. ഇത് ഇടക്ക് വന്ന് ഇടക്ക് പോണ ഒരു ടീമാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്തത് നെക്സ്റ്റ്? പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചാർജ് കൊടുക്കാൻ വേണ്ടി സോളാർ പാനലിട്ട് വെച്ചിട്ടുണ്ട്. സോളാർ പാനലിന്റെ സോളാർ പാനൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇത് 12 വോൾട്ടും 12 വോൾട്ടിന്റെ സോളാർ പാനലാണ്. അത് 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഈ 4 എണ്ണം വരുമ്പോൾ 48 വോൾട്ടും അല്ല മുകളിൽ ഒന്നുമില്ല. അപ്പം പക്ഷേ ഈ ഓടിക്കൊണ്ട് കിട്ടുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വെച്ചത്. അതിനാണ് നമ്മൾ ഈ ഒരു എയറോ ഡൈനാമിക് കൊടുത്തതും. പിന്നെ ഈ വണ്ടിക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ടാറിലോട്ട് കണ്ടിട്ടില്ലേ നമ്മൾ ഈ ഗ്ലാസ് ഇതായി പോണേ, അത് എയറോ ഡൈനാമിക്കിന് വേണ്ടിയിട്ടാണ്. വണ്ടി ജെർട്ടിന്ന് പറയും. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒരു 3 സോളാർ പാനൽ സെറ്റ് ചെയ്ത് നേരെ മേലും വെച്ചിട്ട് ഒരു സോളാർ പാനൽ മുകളിലും വെച്ച് ആണ്. അപ്പം ഇതാണ് നമ്മളെ സോളാർ പാനൽ, ലൂം സോളാർ ആണ്. അപ്പം എല്ലാവർക്കും അറിയാം, നല്ല ബ്രാൻഡഡ് കമ്പനി തന്നെയാണ്. ഈ ബാറ്ററിയിലേക്ക് കണക്ട് ആവുന്നത് അതിന് നമ്മൾ അടിയിലൂടെ വയറിട്ട് ഇതിന് കൺട്രോൾ യൂണിറ്റ് ഒട്ടുണ്ട്. അത് ഇവിടെയാണ്, നമ്മളെ ഉള്ളിലൂടെ പോയി നോട്ടണം. ഓപ്പൺ ചെയ്താണ്. ഓക്കെ, അല്ല ഇതിപ്പോ ഓപ്പൺ ചെയ്യുമ്പോ റിമോട്ട് ഒക്കെ ഉണ്ടല്ലോ. റിമോട്ട് ഉണ്ട്. ഈ റിമോട്ട് എന്ന് പറഞ്ഞാൽ ഈ കാറിന്റെ സെക്യൂരിറ്റി പോലെ തന്നെ
അൺലോട്ടും ഓണോ ഓഫ് ആണ്. കാരണം മറ്റേ സെക്യൂരിറ്റി അലാറം അല്ലേ, നമ്മൾ ഇത് പുഷ് ചെയ്യുകയാണെങ്കിൽ ലോട്ട് ചെയ്ത് പോകുമ്പോൾ ആരും വന്ന് തട്ടേ എന്തിനാട്ടാണ് മറ്റേ അലാറം അടിക്കും, അലാറും കാര്യങ്ങളും ഒറ്റ അടി. ഓക്കെ, നമുക്കൊന്ന് കൺട്രോൾ യൂണിറ്റ് ഒന്ന് ആയിട്ടോട്ടെ. അപ്പോൾ അതാ നമ്മളെ ഇവിടെയാണ് കേട്ടോ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ അതാ നമുക്ക് ഈ ബെഡോട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാ, ഇത് നമ്മളെ ബാറ്ററിയാണ്, സ്റ്റോറേജ്. ഓക്കെ, ഇവിടെയാണ് നമ്മളെ കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. കൺട്രോൾ യൂണിറ്റ് അവിടെ അതന്നെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഏകദേശം എത്ര റേറ്റ് ആയി അതിന്റെ വാൾട്ട് കാര്യങ്ങളൊക്കെ? ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് എടുത്താണ്. അപ്പോൾ എനിക്ക് ഇതിന് ഒരു 500 rupees ആയിട്ടുള്ളൂ. അപ്പോൾ ഫ്രഷിന് അതിൻ്റെതായ റേറ്റ് വരും. 12 വോൾട്ടിന് നമ്മളെ ഓട്ടോറിക്ഷൻ്റെ ബാറ്ററിയാണിത്. പിന്നെ ഇതാണ് നമ്മളെ കൺട്രോൾ, നമ്മളെ സെക്യൂരിറ്റി അലാറത്തിൻ്റെ സംഭവമാണ്, സിസ്റ്റമാണ്. അതിൻ്റെ 2 സ്പീക്കേഴ്സാണ്. ഇതിന്നാണ് 2 സൗണ്ട് വരുന്നത്. മൊത്തത്തിൽ വണ്ടിൻ്റെ ഈ കാരവൻ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ആകാശ് ഒറ്റയ്ക്ക് ചെയ്തതാണ്. ആകാശ് ഒറ്റയ്ക്ക് ചെയ്താണെങ്കിലും ആ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങൾ പുറത്ത് ഒരു ആരും ആശ്രയിച്ചിട്ടൊന്നുമില്ലല്ലോ. ആരും ആശ്രയിച്ചിട്ടില്ല, ആരപ്പോൾ ഒരു ഒറ്റ കാര്യത്തിന് ആശ്രയിച്ചിട്ടുള്ളൂ. കാരണം ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ഗ്ലാസ് ഒന്ന് വെട്ടെ, റീപ്പർ ഇട്ട് വെട്ടാൻ മാത്രമേ ഒരാളെ വെച്ചിട്ടുള്ളൂ. ബാക്കി ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ചില്ല, ഞാൻ തന്നെ ചെയ്താണ്. എത്ര ദിവസത്തെ അധ്വാനമാണ്? 2.5 മാസം. 2.5 മാസം, ഓൺലി 2.5 മാസം. അപ്പോൾ എന്നാണ് യാത്ര തുടങ്ങുന്നത്? അവിടെയാണ് ഇമ്പട്ട് തടസ്സം. എന്നാലും നമ്മൾ എന്തായാലും എത്രയും വേഗം നമ്മൾ പോകും, അതാണ് ഞാൻ തീരുമാനിച്ചത്. എന്തായാലും നമ്മളെ കോഴിക്കോട് എന്തായാലും അത്യാവശ്യം ചുറ്റിട്ടാണുള്ള പരിപാടി ഞാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്തായാലും ഓൾട്ടർ, കാരണം സെലിബ്രേറ്റ് ആട്ടോ ഒരുപാട് മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം എത്ര ചാനൽ വന്നിട്ടുണ്ട്? ഒരു 5 ചാനൽ വന്നിട്ടുണ്ട്, 4 ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. 4 ന്യൂസ് പേപ്പർ വന്നു. ഫസ്റ്റ് ഏത് ചാനലാണ് വന്നത്? ഫസ്റ്റ് 24. അസിന്റെ ചാനൽ ഒന്നില്ല, ചാനൽ ന്യൂസ് ചാനലിനെ പറ്റിയില്ല, യൂട്യൂബ് ആണെങ്കിൽ ആദ്യം ഏട്ടനാണ്, പിന്നാണ് ന്യൂസ് ചാനലിൽ വന്നതല്ലേ. ഞാൻ ഈ വണ്ടിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഉള്ള റിവ്യൂ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാത്തത്. കാരണം അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ താഴത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. കാരണം നിനക്കിപ്പോൾ ടോട്ടൽ ഇത് എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട്? എനിക്കിപ്പോൾ ഇതിന്റെ ബാറ്ററി വണ്ടിന്റെ ബാറ്ററി ഒഴികെയാണ് നമ്മൾ 65,000 ആയിട്ടുണ്ട്. അതിനിവിടെ ബാറ്ററി കൂടി കൂട്ടാണ് ഒരു 80. കാരണം ഇതിൽ എനിക്കൊരു സജഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കിൾ മാറ്റണം. കാരണം യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഫുൾ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇനിയിപ്പം വീട് വിട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നീ ഒരു സൈക്കിൾ മാറ്റി കഴിഞ്ഞാലുള്ള കാര്യം ഉണ്ടാവുക. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എക്സ്ട്രാ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാട്ടർ ടാങ്ക് ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട്. അത്യാവശ്യം ഒരു 500 ലിറ്റർ വെള്ളം കൊള്ളുന്ന രീതി ടാങ്കിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ടാങ്ക് ഉണ്ടോ ഓൾറെഡി? ഇപ്പൊ ഇല്ല, നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യണം. ടാങ്ക് സെറ്റ് ചെയ്യണം, അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് റെഡി ആയാൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെട്ടും. വിത്ത് മോട്ടർ കൺട്രോളില്ല. അപ്പൊ നമ്മള് ബാത്റൂമിന്റെ സെറ്റപ്പ് കൂടി ചെയ്യും. എടാ നീ പുലിയാണല്ലോ. കാരണം ഇനി കുറെ ആൾക്കാർ ഞാൻ ഇട്ടപ്പോ തന്നെ കുറെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, ബാത്റൂമിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ. അപ്പം അതിനൊരു പോൺ വഴി ആയിട്ട് നമ്മള് ക്ലോസറ്റ് അടക്കം കുളി ഒറ്റമ്പള് ഇതിൽ തന്നെ സെറ്റപ്പ് ചെയ്യും. അങ്ങനെ പുറത്തേക്ക് നമ്മളൊരു ഷവർ സെറ്റ് ചെയ്തിട്ട് ഒരു ടെന്റ് കൂടി സെറ്റ് ചെയ്താൽ മേടിക്കാൻ കിട്ടും. ഫുഡിന്റെ പരിപാടി നമ്മൾ സ്വയം മെയിൻ്റെയിനാണ്. എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല, നമ്മൾ ഗ്യാസ് സെറ്റപ്പ് ചെയ്ത് ശരിക്കും പറഞ്ഞാല് പുറത്ത് പോകില്ല, നമ്മളുള്ള തന്നെ ഓവർ നമ്മൾ ചെലവാട്ടൂല. കാരണം ഇതിൽ പെട്രോളിന്റെ ലാഭമാണ്, ഇലക്ട്രിക്കലിന്റെ ലാഭമാണ്, ഒക്കെ ലാഭമാണ്. ഒന്നും വേണ്ട, ചെലവ് വേണ്ട. കാരണം ആകാശ് ഇപ്പം എക്സാം കഴിഞ്ഞോ? എക്സാം കഴിഞ്ഞ് ഇപ്പൊ എത്രയും പെട്ടെന്ന്, കാരണം പെട്ടെന്ന് തന്നെ ഒരു യാത്ര തുടങ്ങാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി തുടങ്ങാൻ നിന്നവർക്ക് തന്നെ എക്സാമും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് പോകാൻ കഴിയാത്തതാണ്. എന്തായാലും പഠിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആകാശ് ഇനിയിപ്പം കേരളത്തിന്റെ റോഡുകളിൽ നിന്ന് ഇന്ത്യ വേൾഡ് മൊത്തത്തിലുള്ള ട്രിപ്പാണോ ഉദ്ദേശിക്കുന്നത്? പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം പക്ഷേ ഓൾട്ടർ അടിച്ചിട്ടാണ് പിന്നെ ഓൾ ഇന്ത്യ ഞാൻ തീരുമാനിച്ചത്. കാരണം ഒരു ആദ്യം ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോഴാണെങ്കിലും എന്തൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന്. പിന്നെ ഈ തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഇനി സോളാർ കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കൺട്രോൾ യൂണിറ്റ് നമ്മൾ ഇവിടെ വെക്കണം. ഇത് പുറത്ത് നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യുന്ന പോലെ തന്നെ സെറ്റപ്പ്. അപ്പൊ എന്തായാലും ആകാശ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ റോഡുകളിലേക്ക് ഇറങ്ങാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. മെയിനായിട്ട് സാധാ ഒരു സൈക്കിള് അത് ഇലക്ട്രിക് വണ്ടി ആക്കിയതും അത് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്തതും കാരമലിലേക്ക് ആക്കിയതും മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആകാശ് സംസാരിച്ചു. ആകാശ് ഇപ്പോൾ ടോട്ടൽ ഏകദേശം വിത്തൗട്ട് ബാറ്ററി ആണെങ്കിൽ ഏകദേശം 55,000 രൂപ ആയിട്ട് 60,000 രൂപ ആയിട്ടുണ്ട്. ബാറ്ററി അടക്കം നോക്കുകയാണെങ്കിൽ 80,000
80-85 ആണ് വരുന്നത്. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിൾ ഇപ്പം ഓൾഡ് സൈക്കിൾ ആണുള്ളത്. അതൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 110, 120. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഇലക്ട്രിക് ബൈക്ക് ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്യും, മനസ്സിലായോ? ഇതുവരെയുള്ളൊക്കെ മനസ്സിലായില്ലേ? അതിലേക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ സോളാർ യൂസ് ചെയ്യാൻ പറ്റുമോ? അതിനെപ്പറ്റി അറിയില്ല. കാരണം 25 കിലോമീറ്റർ സ്പീഡ് ആണെന്നല്ലേ പ്രശ്നമല്ല. 25 കിലോമീറ്റർ സ്പീഡുള്ള വണ്ടി ഓക്കെ, കാരണം നോൺ ലൈസൻസ് ഇല്ല, വേണ്ടാത്ത വണ്ടിയാണ്. നമ്മള് ഇപ്പൊ കോഴിക്കോട് തന്നെ ഇപ്പൊ ഒരു വണ്ടി അറിഞ്ഞിട്ടുണ്ട് വിത്ത് ഫുഡ് സ്റ്റേഷൻ ആയിട്ട് കോഴിക്കോട് ബീച്ചിന്റെ അവിടെ അറിഞ്ഞിട്ടുണ്ട്. ബൈക്കിൽ പോണത്, ബൈക്കിലല്ല ഇലക്ട്രിക് വാഹനമാണ്. പക്ഷെ നമ്മളെ ടെമ്പോ ട്രാവലർ സിസ്റ്റം ചെറിയ യൂണിറ്റ് ആയിട്ട് ഓടുന്നതിന് ലൈസൻസിന്റെ ആവശ്യമില്ല. ഓക്കെ, 25 സ്പീഡ് പോകാൻ ഒരു പ്രശ്നമില്ല. ഇത് എങ്ങനെയാണ് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? അതിനൊരു യൂണിറ്റ് ഉണ്ട്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിന്റെ ചെറിയ ഇതിന്റെ കണക്ടർ മാത്രം നമ്മൾ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്താൽ മതി. കണക്ടർ മാത്രം? അത് ആമസോണിൽ നിന്ന് കിട്ടുമോ? അല്ല, അത് പറ്റും മെയ്ക്കിങ് ചെയ്യാം. ഇവിടെ കണക്ടർ ഈ ഒരു കണക്ടർ മാറി നമ്മുടെ മോട്ടോർ കണക്ടർ നമ്മളിപ്പം ഷാഫ്റ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തത്. പിന്നെ ഷാഫ്റ്റിലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പം നമ്മൾ ഈ വണ്ടിയിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ട് നമ്മളെ സൈഡ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് ലോക്ക് ചെയ്തിട്ട് വെച്ചാൽ കൊണ്ടുപോകാം. അതിന് അഡീഷണൽ വർക്ക് കാര്യങ്ങൾ എന്താ വേണം? അഡീഷണൽ വർക്ക് മീൻസ് എന്താ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്താ ഉണ്ടോ? ഇല്ല, ബട്ട് ആദ്യം സെന്റർ ആയിട്ട് നോക്കി ചെറിയ ഒരു അളവ് എടുത്ത് മാത്രം ചെയ്യാനുള്ളൂ. അത് നമ്മൾ ഈ കണക്ടർ മാത്രം ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പൊ ടോട്ടലി ഈ ഒരു സോളാർ ഈ പാനലിന് ഏകദേശം എത്ര രൂപയായി? ഇത് എനിക്ക് ഒരു സോളാറിന് എനിക്ക് 2200 ആണ്. 2200 × 4 എത്രയായി? 2200 × 4 8600. അല്ല 8800. 8800 കണക്കിൽ വീക്കാണെന്നാ ഞാൻ നോക്കിയേട്ടോ. ഇപ്പൊ ഇതിന് 2600 ഒരു പറയുന്നത് നമ്മൾ ആമസോൺ ആണ്. ബട്ട് അറിയാം എപ്പോഴും ഒരു ഓഫർ ചിലപ്പം പറ്റി 2000 രൂപയ്ക്ക് കിട്ടും, ചിലപ്പോൾ 2600. ആ ഒരു രീതിയാണ് ഒരു ഓഫർ ചേഞ്ച് ചെയ്തോണ്ട് പറ്റും. ഞാൻ ഓഫർ പ്രൈസ് വെച്ച് നോക്കി മേടിച്ചതാണ്. ഇപ്പൊ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ബൾക്കായിട്ട് സാധനം മേടിക്കുമല്ലോ. അപ്പം നമ്മൾ ഡയറക്റ്റ് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യുന്ന പറ്റും, ബൾക്കായി മേടിക്കുമ്പോൾ അതിനുള്ള റെഡ്യൂസ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക് വണ്ടി തന്നെ പറഞ്ഞിട്ട് സാധാരണ ഒരു എത്ര സോളാർ പാനൽ വേണ്ടി വരും ആ 25 വാൾട്ടിന്റെ വണ്ടി യാത്ര ചെയ്യാൻ? 25 വാൾട്ടിന് വണ്ടി ചാർജ് ഇത് തന്നെ മതി, ചാർജർ കണക്ട് ചെയ്തോണ്ടി. അല്ല, എത്ര സോളാർ പാനൽ വേണ്ടി വരും? ഈ 4 പാനൽ. ഇതിപ്പോ ഏകദേശം ബാറ്ററി ബാക്കപ്പ് എങ്ങനെ കിട്ടും? ഓൾമോസ്റ്റ് ഇത് ചാർജ് സോളാർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ സോളാർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ പറ്റും ഫുൾ ടൈം നമ്മള് സൺലൈറ്റ് പോണ വരും പറ്റും ഫുള്ള് ചാർജ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. നൈറ്റ് ആകുമ്പോഴേ പറ്റും പിന്നെ ഇതിന്റെ പ്രശ്നം വരും. ബാറ്ററിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യം, ബാറ്ററിയിലെ കണക്ഷൻ കൊടുക്കേണ്ടതുള്ളല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ആകാശ് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾ ഇന്ത്യ ഓൾ കേരള ഒക്കെ കറങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങളെ സപ്പോർട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ വീഡിയോസ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എസ് ടി വ്ളോഗിൽ ആകാശിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ആകാശ് യാത്ര തുടങ്ങാൻ പോവാണ്. യാത്ര നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ആകാശ് അടിപൊളി യാത്രയായിട്ട് വരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ആകാശിനെ മാക്സിമം സപ്പോർട്ടും ചെയ്ത് കൊടുക്കും. നിങ്ങളെ ഓരോ സപ്പോർട്ടും ആകാശിന് വിലയേറിയതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. അടിപൊളി ഇലക്ട്രിക് സ്കൂട്ടർ. അത് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് കസ്റ്റമർ റിവ്യൂ ആണ്. കസ്റ്റമർ റിവ്യൂ ആകുമ്പോൾ എന്താ അറിയോ, ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ കിട്ടും. ഷോറൂം റിവ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് വണ്ടി വിട്ട് തന്നിട്ട് നമ്മൾ ഓടിച്ച ആ ഒരു മണിക്കൂറിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെന്യുവൻ റിവ്യൂ നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ട്. കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വരും, വീഡിയോ എടുക്കും. നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കാം. ഒരാൾ വണ്ടി വാങ്ങി ഒരാൾ ലോക്കായി കഴിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് ആ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ മൈൻഡപ്പ് ചെയ്യാം.